ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഗുരുഭക്തി. പുരാതന കാലത്ത് ഭാരതത്തിൽ ഗുരുകുല സമ്പ്രദായം ആണ് നിലവിലിരുന്നത്. സത്യധർമാദികളായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറക്കല്ലുകൾ. ഇവയെ മുറുകെ പിടിക്കുന്ന ഒരുവന് ഇഹത്തിലും പരത്തിലും ശ്രേയസ്സുണ്ടാവും എന്ന് അന്നത്തെ ഗുരുക്കന്മാർക്ക് അറിയാമായിരുന്നു. ഉപനിഷത്തിൽ മികവ് നേടിയവരായിരുന്നു, മികച്ച ജ്ഞാനം നേടിയവരായിരുന്നു അന്നത്തെ ഗുരുക്കന്മാർ. ആത്മനിഷ്ഠരായിരുന്നു അന്നത്തെ ഗുരുക്കന്മാർ. 12 വയസ്സാവുമ്പോഴാണ് കുട്ടികളെ ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ഒരു കൊല്ലക്കാലം ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് ആശ്രമത്തിലെ ഏതെങ്കിലും ജോലികളിൽ അവർ ഏർപ്പെടും. അത് കഴിഞ്ഞിട്ടാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. എപ്പോഴാണോ ഒരു ശിഷ്യൻ ആത്മവിദ്യയ്ക്ക് അധികാരിയാണ് എന്ന് ഗുരുവിന് തോന്നുന്നത്, ആ സമയത്ത് ഗുരു ആത്മവിദ്യ ഉപദേശിക്കും. പക്ഷേ ഗുരുവിൽ സമ്പൂർണമായിട്ട് ശരണാഗതി അടയുന്ന ഒരു ശിഷ്യന്, ഗുരുവിൽ അളവറ്റ ഭക്തിയുള്ള ഒരു ശിഷ്യന് ഓരോ ഉപദേശവും കൂടാതെ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉള്ളിൽ എല്ലാ വിദ്യകളും സ്വയം പ്രകാശിക്കും. ഇതിന് ഉദാഹരണമായിട്ട് മഹാഭാരതത്തിൻ്റെ ഒരു കഥ പറയാം. ധൗമ്യൻ എന്നു പേരുള്ളൊരു മഹർഷി ഉണ്ടായിരുന്നു. ആ മഹർഷിക്ക് ഉപമന്യു എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഉപമന്യുവിന് മഹർഷി കൊടുത്ത ജോലി പശുക്കളെ കാട്ടിൽ കൊണ്ടുപോയി മേയ്ക്കുക എന്നതായിരുന്നു. ഒന്നാമത്തെ ദിവസം പശുക്കളെയൊക്കെ മേയിച്ച് വൈകുന്നേരം ഉപമന്യു ആശ്രമത്തിൽ മടങ്ങിയെത്തി. അവന് യാതൊരു ക്ഷീണവും കാണുന്നില്ല. അപ്പോൾ ഗുരു ചോദിച്ചു, നീ ഇന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. എന്താണ് കഴിച്ചത്? ഞാൻ അടുത്ത ഗ്രാമത്തിൽ പോയി ഭിക്ഷ യാചിച്ച് കഴിച്ചു. അയ്യോ, അത് ധർമ്മവിരുദ്ധമാണ്. ഭിക്ഷ കിട്ടിയാൽ അത് ആശ്രമത്തിൽ കൊണ്ടുവരണം, ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല. പിറ്റേ ദിവസം രാവിലെ ഉപമന്യു പശുക്കളായിട്ട് പുറപ്പെട്ടു. അപ്പം അതുപോലെ വൈകുന്നേരം മടങ്ങിയെത്തി. അവൻ്റെ മുഖത്ത് യാതൊരു ക്ഷീണവും കാണുന്നില്ല. അപ്പോൾ ഗുരു ചോദിച്ചു, ഇന്ന് നീ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു. എന്താണ് കഴിച്ചത്? ഞാൻ പശുക്കളുടെ പാല് കറന്ന് കുടിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, പശുക്കൾ എൻ്റെ സ്വത്താണ്. എന്നോട് ചോദിക്കാതെ പശുക്കളുടെ പാൽ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് അപഹരണമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉപമന്യു പിറ്റേ ദിവസം രാവിലെ യാത്രയായി. വൈകുന്നേരം മടങ്ങിയെത്തിയപ്പോൾ ഉപമന്യുവിൻ്റെ മുഖത്ത് യാതൊരു ക്ഷീണവുമില്ല. ഇന്ന് നീ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു. എന്താണ് കഴിച്ചത്? പശുക്കുട്ടികളുടെ വായിൽ നിന്നും ഇറ്റ് വീഴുന്ന പാൽത്തുള്ളികളും നുരയും ഒക്കെയാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ചെയ്യരുത്. ആ പശുക്കുട്ടികൾ സൽസ്വഭാവമുള്ളവരാണ്, നിന്നോട് സ്നേഹമുള്ളവരാണ്. അവർ പാല് കുടിക്കാതെ നിനക്കായിട്ട് ഇങ്ങനെ ഒഴുക്കി തന്നുകൊണ്ടിരിക്കും. അവ ക്ഷീണിച്ചു പോകും. അരുത്, ഇത് ആവർത്തിക്കരുത്. ഉപമന്യു പിറ്റേ ദിവസം പതിവ് പോലെ കാട്ടിലേക്ക് പുറപ്പെട്ടു. ഒന്നും കഴിച്ചില്ല വൈകുന്നേരം വരെ. വൈകുന്നേരമായി ആശ്രമത്തിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് വിശന്നു വലഞ്ഞു. അപ്പോൾ കാട്ടിൽ കണ്ട കുറച്ച് ഇലകളൊക്കെ പറിച്ചു തിന്നു. ആ ഇലകൾ എരിക്കിൻ്റെ ഇലകളായിരുന്നു. അവ ഉഷ്ണ സ്വഭാവമുള്ളവയായിരുന്നു. ഉള്ളിൽ ചൂട് കൂടി ഉപമന്യുവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഉപമന്യു ഒരു കിണറ്റിൽ വീണു. സന്ധ്യയായിട്ടും ഈ കുട്ടി ആശ്രമത്തിൽ മടങ്ങിയെത്താതിരുന്നപ്പോൾ ഗുരു മറ്റ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഉപമന്യു എവിടെ? അവർക്കാർക്കും ഒരു വിവരവുമില്ല. അവസാനം ഗുരു മറ്റ് ശിഷ്യന്മാരുടെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു. ഉപമന്യു എന്ന നീട്ടിയുള്ള ഗുരുവിൻ്റെ വിളി കേട്ടപ്പോൾ ഉപമന്യു ആ കിണറ്റിൽ കിടന്നുകൊണ്ട് വിളി കേട്ടു. ഗുരു അടുത്തെത്തിയപ്പോൾ ഗുരുവിനോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ദേവന്മാരുടെ വൈദ്യന്മാരാണ് അശ്വനി ദേവകൾ. നീ അശ്വനി ദേവകളെ പ്രാർത്ഥിക്കുക, അവരുടെ അനുഗ്രഹം കൊണ്ട് നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടും. ഇത്രയും പറഞ്ഞ ശേഷം ഗുരു മടങ്ങിപ്പോയി.
ഉപമന്യു അവിടെ നിന്ന് അശ്വിനി ദേവകളെ സ്തുതിക്കാൻ തുടങ്ങി. അശ്വിനി ദേവകൾ ഈ സ്തുതിയിൽ സംപ്രീതരായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കയ്യിൽ ഒരു അപ്പം ഉണ്ടായിരുന്നു. കുഞ്ഞെ, നീ ഈ അപ്പം കഴിക്കോ, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടും. ഇല്ല, എൻ്റെ ഗുരുവിൻ്റെ അനുമതിയില്ലാതെ ഇനി ഞാൻ യാതൊന്നും കഴിക്കില്ല എന്നായി ഉപമന്യു. അപ്പോൾ അശ്വിനി ദേവകൾ പറഞ്ഞു, നിൻ്റെ ഗുരുവിൻ്റെ കുട്ടിക്കാലത്ത് നിൻ്റെ ഗുരു ഇതുപോലെ തന്നെ ഈ എരിക്കിൻ്റെ ഇലകൾ കഴിച്ച് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഇവിടെ കിടന്നപ്പോൾ ഞങ്ങളെ സ്തുതിച്ചു, ഞങ്ങൾ വന്നു, ഞങ്ങൾ ഇതുപോലെ അപ്പം കൊടുത്തു. അപ്പം നിൻ്റെ ഗുരു അത് കഴിച്ചു, അതുകൊണ്ട് നിനക്കും കഴിക്കാം. ഇല്ല, ഞാൻ ഒരിക്കലും ഗുരുവിൻ്റെ അനുമതിയില്ലാതെ ഇനി ഒന്നും അശ്വിനി ദേവകൾ ഉപമന്യുവിൽ പ്രസന്നരായി. എന്നിട്ട് കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുത്തു, അനുഗ്രഹിച്ചു, നിനക്ക് സകല ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന്. എന്നിട്ട് അവർ മറഞ്ഞു. അപ്പോൾ ഉപമന്യു കിണറ്റിൽ നിന്ന് പുറത്തു വന്ന് ഗുരുവിൻ്റെ അടുത്തെത്തി ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഗുരുവിനും പ്രീതിയായി. ഗുരു പറഞ്ഞു, നിന്നിൽ സകല വിദ്യകളും പ്രകാശിക്കട്ടെ എന്ന്. നോക്കൂ, ഗുരുവിൽ നിസ്സീമമായ ഭക്തി വളർത്തുന്ന ഒരു ശിഷ്യന് യാതൊരു പ്രയത്നവും തന്നെ സകല വിദ്യകളും പ്രകാശിക്കും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും അർജുനനോട്, തദ്വിധി നിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. എങ്ങനെയാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത്? തത്വദർശികളായ, ജ്ഞാനികളായ, ശ്രോത്രിയരായ, ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിക്കണം. അവരിൽ നിസ്സീമമായ ഭക്തി വളർത്തണം, അവരെ സേവിക്കണം, അവരെ നമസ്കരിക്കണം, അവരോട് തന്നെ നമ്മുടെ സംശയങ്ങളെല്ലാം ചോദിക്കണം. അപ്പോൾ അവർ നമുക്ക് വിദ്യ ഉപദേശിക്കും. ഇവിടെ ഒന്നും ചോദിക്കാതെ, ഒന്നും പറയാതെ എല്ലാ വിദ്യകളും പ്രകാശിച്ചു. ഓർമ്മിക്കുക, ഭക്തി ജ്ഞാനത്തിൻ്റെ മാതാവാണ്. ഭക്തി ജ്ഞാനത്തിനെ വളർത്തും. ഭക്തി ഉണ്ടായാലേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, അവനവനെക്കുറിച്ച് അറിവ്, പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള അറിവ്, സർവേശ്വരനെക്കുറിച്ചുള്ള അറിവ്. ഭക്തിയിൽ നിന്ന് ജ്ഞാനം, ജ്ഞാനത്തിലൂടെ കൈവല്യം, മോക്ഷം. മോക്ഷമെന്നാൽ സർവ്വ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, സച്ചിദാനന്ദം. ഇത് കൈവരണം എന്നുണ്ടെങ്കിൽ ഭക്തി വളർത്തണം. ഇതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇന്നത്തെ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനാശംസകൾ.